ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ മച്ചാൻ ഗെയിംസ് H.0. നമ്മൾ മച്ചാൻ ഗെയിംസ് H.0 ഏത് ഗെയിമാണ് കളിക്കാൻ പോകുന്നത് വെച്ചാൽ സ്ഥിരം ഗെയിം തന്നെ ബസ് മില്ലറ്റാണ് ഗൈസ്. സ്ഥിരം ഗെയിം തന്നെ ബസ് മില്ലറ്റാണ് ഗൈസ്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഒത്തിരി നാള് പണിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നേ. വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇച്ചിരി ലേറ്റായി പോയി ഗൈസ്. എക്സാമും അങ്ങനെ ഒത്തിരി എക്സാമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ അതിന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോടാം. അപ്പോൾ ഗൈസ്, നമുക്ക് പണിയില്ല, നമുക്ക് KSRTC എന്നൊരു ഓട്ടം വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇച്ചിരി ഇഷ്ടമാണ് KSRTC. കാരണം ഞാനിടുന്ന വീഡിയോസിനൊക്കെ അത്യാവശ്യം ഒരു വിളിച്ചു കയറുന്നൊരു വീഡിയോ ആണ് KSRTCയിലേക്ക്. അതുപോലെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഒട്ടും വൈകിക്കുന്നില്ല, വീഡിയോ തുടങ്ങാം. അപ്പോൾ ഗൈസ്, നേരെ വീഡിയോ വണ്ടി എടുക്കാനുള്ള സ്റ്റോപ്പ് ചെയ്ത് പോകും ഗൈസ്. നമ്മളെ പഴയ വണ്ടി തന്നെ ഗൈസ്, KSRTCയുടെ പണ്ടത്തെ മോഡൽ തന്നെ. പുതിയതായിട്ടൊരു മാറ്റമൊന്നുമില്ല ഗൈസ്. ഇവിടെ അടച്ചിട്ടേക്കുന്നത് വളച്ചു സമയം കളയാൻ വേണ്ടി ഉള്ള ഓരോ കാര്യമുണ്ട് ഗൈസ്. ഗൈസ്, ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ആൾക്കാരെ എടുക്കാൻ പോവാണ് ഗൈസ്. ഇച്ചിരി ലോങ് ട്രിപ്പ് ആയിരിക്കണം. പരമാവധി അത്രയും ഞാൻ ബോറടിപ്പിക്കാതെ നോക്കാം. അപ്പം ഗൈസ്, നമ്മൾ നേരെ പോവാണ്. അങ്ങനെ ആളെ ഗെയിമൊക്കെ ഇല്ലേ, അതിൻ്റെതൊക്കെ ഇതാണ്. തീർച്ചയായും ഗെയിം എന്നുള്ള രീതിയിൽ തന്നെ ഉള്ളത് കാര്യമില്ല. പക്ഷെ ചെയ്യുമ്പോൾ തന്നെ കാര്യമില്ല. നേരെ വണ്ടി സെറ്റ് ചെയ്യാം. പെട്ടെന്ന് എത്തണ്ടേ, സമയം ഒരുപാടുണ്ട് ഗൈസ്. സമയം ഒരുപാടല്ല, സമയമില്ല, സോറി. കണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു ബോറാവത്തില്ല ഗൈസ്. പെട്ടെന്ന് തന്നെ നമ്മൾ ഇറക്കാൻ നോക്കണം. ഗൈസ്, ഇത്രമുണ്ടം പാർക്കിംഗ് സ്ഥലവും കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷേ എന്തുവാ എൻട്രി കോഡ് എന്ന് പറയുന്ന എന്നുവെച്ചാൽ തിരിച്ചു പോകുന്ന കോഡാണ് കിട്ടി ഒന്നും കൊടുത്തിട്ടില്ല ഇവര്. ഗൈസ്, ഇവിടെ നമുക്ക് നേരെ ലെഫ്റ്റ് പോകണം. ഇച്ചിരി പെട്ടെന്ന് പോകണം ഗൈസ്. ആ സ്ഥലമില്ല, സമയമില്ല. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ട്, അത് പാസ് ചെയ്യുന്നുണ്ട്. നല്ല ബ്ലോക്കാണല്ലോ ഗൈസ്. ഗൈസ്, അവിടെ കയറുന്നതായിരുന്നു നല്ലത്. അതിനൊക്കെ എടുത്തിരിക്കുന്നു ഗൈസ്. ഗൈസ്, ഹൈവേ അങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ഗൈസ്, പിന്നെ സർക്കാർ വണ്ടിക്കൊക്കെ ഫ്രീ അല്ല ഗൈസ്. അയ്യോ ഗൈസ്, സർക്കാർ വണ്ടിക്ക് ഫ്രീ അല്ല, വേണം. അപ്പം ഞാൻ ഇതൊന്ന് അടച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് നേരെ വിടുവാണ്. ആ സമയമില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഏത് വഴിയായിരുന്നു കിടന്ന് കറങ്ങുന്നത് ഗൈസ്. ഇവിടെ ഈ നഗരത്തിന് വേണ്ടി മെയിൻ റോഡ്, താറിട്ട റോഡ് കിട്ടി ഗൈസ്, സിമെന്റ് ചെയ്യുന്നു. ഇവിടെ ഓട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക ഏത് വലിയ ഗൈസ് നമ്മളൊക്കെ ഏത് വൈബാ. വെച്ച് കാച്ചുമാണ് ഒരു പാലം ഇറങ്ങി നടന്നത്. KSRTC ആയിട്ട് വരുമ്പോൾ നമുക്കൊരു മുട്ടം പണി കിട്ടിയായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് കയറ്റമായപ്പോൾ വണ്ടി പോകാനായിട്ട് നല്ലൊരു വില. സൗണ്ട് കേൾക്കുന്നതിൻ്റെ താഴെ റെയിൽവേ സ്റ്റേഷൻ്റെ സൂപ്പർ ഫാസ്റ്റ് എന്ന് എഴുതി വെച്ചെന്ന് കാണാൻ. അതിൻ്റെ അടിയിൽ
രസമല്ലേ ഗൈസ്? നമ്മൾ കരോളിലൊക്കെ പോയി കിടന്ന് കളിച്ച് പനിയായി. ഗൈസ് നിങ്ങൾ പറഞ്ഞ ക്രിസ്മസ് അപ്പയായിട്ട് കളിക്കുന്ന ഫോട്ടോയും വീഡിയോ കാണാൻ ഇട്ടുതരാം ഗൈസ്. ഗൈസ് പിന്നെ ഇതിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോണിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഗൈസ്. അപ്പം ഈ വീഡിയോ ഇടയ്ക്ക് വെച്ചോലെ നിന്ന് പോകാൻ ചാൻസ് നല്ല ഒരുപാടാണ് ഗൈസ്. അതുകൊണ്ട് അതിൻ്റെ പാർട്ട് 2 അങ്ങനെ ഇട്ടേക്കും, അഥവാ നിൽക്കുവാണെങ്കിൽ. ഗൈസ് ഈ ബസ് ഒന്ന് മാറിയിരുന്നിട്ട് അങ്ങനെ വഴി മാറുത്താ മക്കള്. നമ്മളൊരു ഹോൺ കേട്ടാൽ മതി. KSRTC ഒക്കെ തോട്ട പിന്നെ പൊളിയല്ലേ. കുറച്ചുകൂടെ ദൂരം പോയാൽ മതി. ഒറ്റ സ്റ്റോപ്പാണ് ഗൈസ്, അത് നിർത്തുവാണ് ഗൈസ്. ഇത്രയും നാളും വീഡിയോ ഇടാത്തതുകൊണ്ടാണ് എനിക്ക് വന്ന് ഞാൻ ഒരു 5-6 ദിവസത്തെ ലീവ് എടുത്തു തോന്നുന്നു ഗൈസ്. കാരണം എക്സാമും കാര്യങ്ങളൊക്കെ, എക്സാം 10 ദിവസത്തെ ഉണ്ട്, 10 ദിവസത്തെ കൂടുതലൊക്കെ ഉണ്ട് എക്സാം. പക്ഷേ ലീവും കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ട് ഗൈസ്. പക്ഷെ അന്നൊന്നും പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഗൈസ് വീഡിയോ എടുത്തില്ല. നമ്മൾ ഫ്രീ ഗൈസ്. എന്തായാലും എക്സാം വരുമ്പോൾ എല്ലാത്തിനും A ഗ്രേഡ് പ്രതീക്ഷിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഒന്നുമില്ല ഗൈസ്, നമുക്ക് പ്രതീക്ഷിക്കാം. വഴി മാറുത്ത് മുണ്ടക്കൽ ഷെയറിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരാൾ നടിക്കുന്നുണ്ട്. കുറച്ചുകൂടെ പോയാൽ മതി. നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഗൈസ് നോക്കുന്നത്. നമ്മൾ പിന്നെ KSRTC ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ സിഗ്നലിലൊക്കെ നിൽക്കാൻ ഈ കാലത്തൊന്നും ഈ വീഡിയോ തീരത്തില്ല. അതിന് തന്നെയുണ്ട് ഗൈസ്. നമുക്ക് 261 സബ്സ്ക്രൈബായി ഗൈസ്. 300 വെറും കുറച്ച് സബ്സ്ക്രൈബറാണ്. കാണുന്ന പകുതി പേരും ലൈക്കും ചെയ്തില്ല, സബ്സ്ക്രൈബും ചെയ്തില്ല ഗൈസ്. എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഒരു 1K വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ 6 ലൈക്കും എന്തുവാ അതിൽ നിന്ന് കിട്ടിയത് വെറും 2-3 സബ്സ്ക്രൈബ്. ഇത്രയും പേര് കണ്ടിട്ട് ഇത്രയല്ലേ ഗൈസ് കിട്ടുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്കേ തരാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഞാൻ എൻ്റെ പരമാവധി പറ്റുന്ന അത്രയും മികച്ച് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ ഗൈസ് എന്ന് പറയാൻ തൊട്ടാൽ പോരെ. നിങ്ങൾക്ക് ഒത്തിരി മാജിക്കൊക്കെ കാണാം, ഒത്തിരി സാധനങ്ങൾ പറക്കുന്നതും പിന്നെ ബ്ലാക്ക് കളർ വൈറ്റ് കളർ ആവുന്നതൊക്കെ കാണാം. മാജിക്കൊക്കെ ഗൈസ് എന്താ പാളുണ്ട് കേട്ടോ. ഈ പാളോടെ കഴിഞ്ഞാൽ എത്തും ഗൈസ്. പാളമൊക്കെ കഴിഞ്ഞെത്തിയിരിക്കുന്നു. കൊച്ചുങ്ങൾ കാടമുള്ള ഊഞ്ഞാലൊക്കെ നടുക്കൊണ്ട് വെച്ചിരുന്ന എന്ത് ചെയ്യാനാ സർക്കാരിൻ്റെ ഒരു ഗൈസ്. ഈ ഗെയിമിലെയാണ് പറഞ്ഞ ഗൈസ്, ഞാൻ എന്നെ ഏറി കേട്ടില്ലേ. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ ഗെയിമായിട്ട് കാണുക, കളിയായിട്ട് കാണുക, സീരിയസ് ആയിട്ട് ഗൈസ്. സ്ഥലത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് അങ്ങ് നിർത്തിയാൽ മതി. നമ്മുടെ സ്റ്റോപ്പിൻ്റെ ആണ്. സ്റ്റോപ്പ് കൂടാണ്. പിന്നെ വണ്ടിക്ക് ഒരു എയർപോർട്ട് ഗൈസ് ഉണ്ട്.
ഗൈസ് ഗൈസ് വണ്ടിക്ക് ഒരു ഇരപ്പുണ്ട്. 10 കൊണ്ട് ഞാൻ ഇപ്പോഴങ്ങ് നിർത്തുക. ആംബുലൻസിനൊക്കെ വരാൻ പറ്റിയ സമയം ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങ് നിർത്തുവാണ്. ഗൈസ് ഇവിടെ അങ്ങ് നിർത്തുവാണ്. ഇനി ഇതുമായിട്ട് പോയാൽ എന്തെങ്കിലുമൊക്കെ പറ്റും വണ്ടിക്ക്. എന്തെങ്കിലുമൊക്കെ പറ്റും പറയുന്നില്ല. ഗൈസ് അപ്പോൾ നമ്മളെ KSRTC എൻ്റെ ചളിഞ്ഞ ഒരു ഉപാടുണ്ടല്ലോ. നമ്മളെ KSRTC കിട്ടുന്നതിനോട് ടാറ്റ പറഞ്ഞ് എല്ലാ എണ്ണത്തിനെയും ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി ഞാനും ശശികണ്ണനോട് ഈ വണ്ടിയുണ്ട് നമ്മളെ ഡിപ്പോയിലിട്ടിട്ട് ഞങ്ങളും വീട്ടിൽ പോയിട്ട് വല്ലതും കഴിക്കിട്ട് ഗൈസ്. രാവിലെ കയറിയിരുന്നതാണ്. വിശന്നിട്ട് കുടല കരിയുന്നു ഗൈസ്. എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട്. ടാറ്റ ബൈ ബൈ ഗൈസ്.